നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന്റെ ബഹുഭൂരിഭാഗം സിറ്റിംഗ് എംപിമാരും മത്സരിക്കും. 2 ടേം മാനദണ്ഡം കഴിഞ്ഞ പാലക്കാട്ടെ MP രാജേഷും ആലത്തൂരിലെ PK ബിജു, ആറ്റിങ്ങലിലെ A സമ്പത്തും വീണ്ടും മത്സരിക്കും. വിജയസാധ്യത കണക്കിലെടുത്താണ് ഇത്. ആറ്റിങ്ങലിലെ സ്ഥാനാർത്ഥിയെ മാറ്റിയാൽ തോൽക്കും എന്ന വിലയിരുത്തൽ CPM-ൽ തന്നെ ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് സമ്പത്തിന് വീണ്ടും അവസരം നൽകുന്നത്. മുൻ സ്പീക്കറായ രാധാകൃഷ്ണന് കേരളത്തിൽ പ്രവർത്തിക്കാനാണ് താൽപര്യം. ഈ സാഹചര്യത്തിൽ ആലത്തൂരിൽ PK ബിജുവിന് വീണ്ടും അവസരം നൽകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ചാലക്കുടിയിൽ ഇന്നസെന്റിനെ മത്സരിപ്പിക്കാനുള്ള തീരുമാനവും ഏറെ ചർച്ചകൾക്കൊടുവിലാണ് CPM എടുത്തിരിക്കുന്നത്. കാസർകോട്ടെ P കരുണാകരൻ 3 ടേമിൽ MP ആയിരുന്നു. അതുകൊണ്ടാണ് CPM കോട്ട എന്നറിയപ്പെടുന്ന കാസർഗോഡ് നിന്നും കരുണാകരനെ മാറ്റിയിരിക്കുന്നത്. പകരം സ്ഥാനാർത്ഥിയെ ചർച്ചകളിലൂടെ തീരുമാനിക്കും. P ജയരാജൻ, സതീഷ് ചന്ദ്രൻ എന്നിവരെയാണ് കാസർഗോഡ് പ്രധാനമായും ഇപ്പോൾ പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ണൂരിൽ PK ശ്രീമതി തുടരും. കഴിഞ്ഞ തവണ സുധാകരനെ തോൽപ്പിച്ച ശ്രീമതിക്ക് സ്ത്രീ വോട്ടർമാരെ ആകർഷിക്കാനാകും എന്നു തന്നെയാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. വയനാടും വടകരയും കോഴിക്കോടും വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ CPM സെക്രട്ടേറിയറ്റ് നിശ്ചയിക്കും. ഇന്നു രാവിലെ സിറ്റിംഗ് സീറ്റുകളിലാണ് പ്രധാനമായും ചർച്ച നടത്തിയത്. 20 സീറ്റിൽ 4 സീറ്റിൽ CPI സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചു കഴിഞ്ഞു. ബാക്കി ഒരു ഘടക കക്ഷിക്കും സീറ്റ് നൽകില്ല. കോട്ടയത്തും CPM മത്സരിക്കും. വിജയസാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 16 സീറ്റിലും CPM മത്സരിക്കാനാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ ധാരണ. സീറ്റ് ചോദിച്ച ഘടക കക്ഷികൾക്കൊന്നും സീറ്റില്ല എന്ന നിലപാടിലാണ് ഇപ്പോൾ CPM. പത്തനംതിട്ടയുടെ കാര്യത്തിൽ മാത്രം വേണമെങ്കിൽ വീണ്ടും വിചാരം ആകാം എന്നു തന്നെയാണ് CPM പറയുന്നത്. ഇടുക്കിയിൽ ജോയ്സ് ജോർജ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകാനാണ് സാധ്യത. പത്തനംതിട്ടയിൽ ഫ്രാൻസിസ് ജോർജിനെ മത്സരിപ്പിക്കുന്നതും പരിഗണനയിലുണ്ട്. കോട്ടയം സീറ്റ് ഏറ്റെടുക്കണം എന്ന് CPM സെക്രട്ടേറിയറ്റിൽ അഭിപ്രായം ഉയർന്നു. ജനതാദൾ എസിന് കഴിഞ്ഞ തവണ സീറ്റ് നൽകിയത് പ്രത്യേക സാഹചര്യത്തിലാണെന്ന് വിശദീകരിക്കുന്നു പാർട്ടി. 2 ദിവസത്തിനകം ഉഭയകക്ഷി ചർച്ചകൾ പൂർത്തിയാക്കണം എന്നാണ് നിർദ്ദേശം. 2014 15 സീറ്റുകളിലാണ് CPM മത്സരിച്ചത്. ജനതാദൾ എസിൽ നിന്നും കോട്ടയം പിടിച്ചെടുത്താൽ സീറ്റുകളുടെ എണ്ണം 16 ആകും. കാസർഗോഡ് KP സതീഷ് ചന്ദ്രനാണ് സാധ്യത. VPP മുസ്തഫയുടെ പേര് ഉയർന്നിരുന്നുവെങ്കിലും പെരിയയിലെ വിവാദ പ്രസംഗം വിനയായിരിക്കുകയാണ്. വടകരയിലേക്ക് P സതീദേവി, മുഹമ്മദ് റിയാസ് എന്നിവരെയാണ് പരിഗണിക്കുന്നത്. കോഴിക്കോട് A പ്രദീപ് കുമാർ MLA-യെ രംഗത്തിറക്കാൻ സാധ്യതയുണ്ട്. മലപ്പുറം, പൊന്നാനി മണ്ഡലങ്ങളിലേക്ക് SFI അഖിലേന്ത്യാ പ്രസിഡന്റ് VP സാനു, പൊതുസ്വതന്ത്രർ എന്നിവരാണ് പരിഗണനയിൽ ഇപ്പോൾ ഉള്ളത്. ആലപ്പുഴയിൽ ആരിഫിനെയും CS സുജാതയെയും പരിഗണിക്കുന്നുണ്ട്. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ 4 ദിവസം നീളുന്ന CPM നേതൃയോഗങ്ങൾക്കും ഇന്ന് തുടക്കമായിരിക്കുന്നു. ഇന്നും നാളെയും സെക്രട്ടേറിയറ്റും തുടർന്നുള്ള 2 ദിവസവും സംസ്ഥാന സമിതിയുമാണ് ചേരുക. അതേസമയം LDF-ലെ സീറ്റ് വിഭജനത്തിൽ ഇനിയും അന്തിമ ധാരണയായിട്ടില്ല. NCP-ക്കും LJD-ക്കും പിന്നാലെ ജനതാദൾ കൂടി സീറ്റിനായി നിലപാട് കടുപ്പിച്ചതാണ് മുന്നണി നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കുന്നത്. എന്നാൽ ഘടകകക്ഷികളുടെ സമ്മർദ്ദത്തിനു മുന്നിൽ CPM വഴങ്ങാൻ സാധ്യതയില്ല. വെള്ളിയാഴ്ചയ്ക്ക് മുൻപ് സീറ്റ് വിഭജനം പൂർത്തിയാക്കി പ്രചാരണ രംഗത്ത് സജീവമാകാനുള്ള തീരുമാനത്തിലാണ് CPM. കഴിഞ്ഞ തവണ ജനതാദൾ S മത്സരിച്ച കോട്ടയം സീറ്റ് ഇത്തവണ അവർ വേണ്ട എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ അത് ഏറ്റെടുക്കാൻ CPM ആലോചിച്ചിരുന്നു. എന്നാൽ കോട്ടയത്തിനു പകരം എറണാകുളം സീറ്റ് വേണം എന്ന നിലപാടിലാണ് ജനതാദൾ S. എന്നാൽ CPM-ന് ഇതിനോട് താല്പര്യമില്ല. മന്ത്രിസ്ഥാനം രാജിവെക്കുമെന്നും മുന്നണി വിടും എന്നുമുള്ള സമ്മർദ്ദ തന്ത്രങ്ങളും ജനതാദൾ സ്വീകരിച്ചിരിക്കുന്നു. മാത്യു T തോമസ്, കൃഷ്ണൻകുട്ടി എന്നിവർ തമ്മിലുള്ള ആഭ്യന്തര തർക്കങ്ങളാണ് നിലവിലെ പ്രശ്നങ്ങൾക്ക് കാരണം എന്നാണ് CPM-ന്റെ വിലയിരുത്തൽ. ഇത് ചർച്ചയിലൂടെ പരിഹരിക്കാമെന്നും CPM കണക്കുകൂട്ടുന്നുണ്ട്. പത്തനംതിട്ട സീറ്റിനു വേണ്ടി NCP-യും വടകര സീറ്റിനായി ലോക് താന്ത്രിക് ജനതാദളും LDF നേതൃത്വത്തെ സമീപിച്ചിരിക്കുന്നു. എന്നാൽ ഇത് അംഗീകരിക്കാനുള്ള സാധ്യതയില്ല. രാജ്യസഭാ സീറ്റിൽ ഒഴിവ് വന്നപ്പോൾ നൽകിയതുകൊണ്ട് ഒരു സീറ്റ് കൂടി നൽകാൻ കഴിയില്ല എന്നാണ് LJD-യെ CPM അറിയിക്കുക.